പിന്നെ അതൊരു ആൺകുട്ടിയെ, അതൊരു രക്ഷയില്ലാത്ത മുതലേ. ആനക്കാരൻ്റെ മേത്തൊരു തരി മണ്ണ് വീഴാൻ ആന സമ്മതിക്കില്ലേ. പൂരപ്പറമ്പിൽ വേറൊരു ആന തെറ്റിയോ അപ്പൊ തന്നെ ശശിയാണ് അടുത്തേക്ക് വിളിച്ചു നിർത്തുവാനെ. ഇവിടെ നിന്നോ, ഞാൻ നോക്കിക്കോളാം. നീ ഉറങ്ങിട മലർ വിരിത്തേനതിലേ മുള്ളിരുന്നിട മനം പതൈത്തേൻ. പൂരപ്പറമ്പിൽ അടി നടക്കണം. അപ്പോഴും തന്നെ ശശിയോട് പറയുന്നു ഇങ്ങോട്ട് നീങ്ങുന്നു, ഞാൻ നോക്കിക്കോളാം. കുഴികൾ ഏൻ മറந்து വിട്ടേ പിഴയായി ഒരടി എടുത്തേൻ ഉറക്കത്തിലെ നമ്മുടെ കണക്ക് പാഠ്യപുസ്തകത്തിലെ ഒരു ഏറ്റവും വലിയ നഷ്ടം അവിടെ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞു. കൽവിഴുവത് മുറയില്ലയേ തവറൈ നാൻ തിരുത്തിട വഴിയില്ലയേ പറവൈ കൈവരവില്ലയേ. ഏതാണ്ട് അതിനൊരു 4-5 ദിവസം മുമ്പാണ് ഞാൻ മംഗലാംകുന്നിലെ ഉടമകളിൽ ഒരാളായ ഹരിദാസേട്ടനെ വിളിക്കുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ആന വല്ലാത്തൊരു കണ്ടീഷനിലൂടെയാണ് കടന്നു പോകുന്നത്, പക്ഷേ ശശി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വലിയ ആശ്വാസം. ഞാനിപ്പോ ശശിയേട്ടനും അയ്യപ്പനും ഒരുമിച്ച് കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതെ, പല ഉത്സവപ്പറമ്പിലും നമ്മളതെ കാണുന്ന ഒരു പാപ്പാൻ ഒരേ ആനയിൽ തന്നെ നിൽക്കുന്നതിന്റെ ഒരു ഗുണമാണ് അയ്യപ്പനും കൂടി, അല്ലേ? ഈ 10-17 വർഷം 17 വർഷം 18 വർഷത്തിന്റെ അടുത്തായി ആന കറങ്ങി. ഇന്നേ വരെ മുതലാളിമാർക്ക് ആനയുടെ പേരിൽ എന്റെ പേരിൽ ആകെ കിട്ടിയ ഒരു കംപ്ലൈന്റ് ഇത് മാത്രമേ കാര്യം. ആന നിലവ് പോരാ, കമ്മിറ്റിക്കാരെ കംപ്ലൈന്റ്. ഈ 2 പ്രശ്നത്തിലാണ് നമ്മൾ ഒരു ചെറിയ സ്വര വ്യത്യാസം ഉണ്ടായത്. നമ്മളെ തൃക്കുടൂരാന, പാമ്പാടിയാന, പിന്നെ പാർത്തനാന, ചെർപ്പളശ്ശേരി പാർത്തന, അതിലും അയ്യപ്പൻ ജയിച്ചു. ചെർപ്പളശ്ശേരി അനന്തൻ, അതിലും അയ്യപ്പനെ ജയിച്ചു. അനന്തനോട് മത്സരിച്ചു. അപ്പൊ ചെറായിലും മിക്ക വർഷവും അയ്യപ്പൻ ഒരു ചെറുവാരത്തിൽ അയ്യപ്പൻ തന്നെ ആണെങ്കിലും ഇപ്പൊ പറമ്പിലുള്ള മറ്റുള്ള കൂട്ടത്തിലാണെങ്കിലും അവിടെ കയറി തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മുഖത്തേക്ക് നോക്കി അവർക്ക് അറിയാം പരിപാടി ഇതാണ്. നമ്മൾ തുടങ്ങാൻ പോവുകയാണ്, നിന്നോളുക, ജയിച്ചിട്ട് വരിക എന്നുള്ള ഏതിലെ കൊണ്ടുപോകണമെങ്കിലും ഒരു ചങ്ങല, ഒരു ബന്ധവസോ ഒന്നും വേണ്ട, വടിയോ കൊക്കിയോ ഒന്നും വേണ്ട. ഏതിലെ വേണേലും എപ്പോ വേണേലും നമ്മൾ പറയുന്ന വഴിയെ നമ്മൾ മനസ്സനുസരിച്ച് നമ്മൾ പോരുമ്പോൾ ആരുടെ മേലും ഒരു മുറി പോലും ഇല്ല. പിന്നെ മണിയേട്ടൻ പറഞ്ഞു ശശി പോകുമ്പോൾ ആരുടെ മേലും മുറിയില്ല. പക്ഷെ അത് പുള്ളി പറഞ്ഞത് തെറ്റിയതാണോ, ഞാൻ കൽപ്പിച്ചുകൂടി പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. ശശി പോകുമ്പോൾ ആരുടെ മേലും മുറിയില്ല, ശശി പോയിട്ട് മുറിയായിട്ടുണ്ട്. നീ ഉറങ്ങിട മലർ വിരിത്തേൻ അതിലേ മുള്ളിരുന്നിട മനം പതൈത്തേൻ. ആ ആനയുടെ ബന്ധം ഇനി ഒരിക്കലും നമുക്ക് വേറെ ആനയമ കിട്ടില്ല. എന്റെ ജീവിതത്തിന്റെ പകുതി മുക്കാലും ആനയിൽ തീർത്തവനാണ് ഞാൻ. അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരടിയെടുത്തേ ഉറക്കത്തിലെ കനവുടൈത്തേ. എനിക്കിപ്പോ നിന്നെ കാണാം, കണ്ണുനീർ വീണ കത്ത് നിന്നെ എന്നത് എനിക്ക് കാണാം. എന്നോട് ദേഷ്യമുണ്ടോ? ഉണ്ടെന്ന് എനിക്കറിയാം. നീ ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടേയില്ല. ഇനി അത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുമില്ല. ഈ ജന്മത്തിൽ യാത്ര ചോദിക്കുന്നു.